സൂര്യ ഇസ് ബാക്ക് ഓർ നോട്ട്? മികച്ച അഭിപ്രായം നേടിയോ കാർത്തിക് സുബ്രാജിന്റെ റെട്രോയ്ക്ക് എന്ത് സംഭവിച്ചു? കങ്കുയേക്കാൾ കുറവാണോ റെട്രോയുടെ കളക്ഷൻ? സോഷ്യൽ മീഡിയയിൽ ആകെ സൂര്യയുമായി ബന്ധപ്പെട്ട കുറച്ചധികം വാർത്തകൾ പൊങ്ങിയുകയാണ്. എന്താണ് ശരിക്കും റെട്രോ സിനിമ പറയുന്നത്? എന്താണ് സിനിമയ്ക്ക് സംഭവിച്ചത്? തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം ആവേശത്തോടെ കാത്തിരുന്ന ചിത്രമാണ് സൂര്യയുടെ റെട്രോ. കാർത്തിക് സുബ്രാജ് ചിത്രമായിരുന്നതുകൊണ്ട് തന്നെ റെട്രോയ്ക്ക് വൻ ഹൈപ്പായിരുന്നു ആരാധകർക്കിടയിലും സിനിമാ ലോകത്തു നിന്നും ലഭിച്ചത്. എന്നാൽ മെയ് 1 റിലീസ് ചെയ്ത ചിത്രത്തിന് എന്താണ് ആളുകളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണം? ആദ്യ ദിവസം പിന്നിടുമ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു ചിത്രത്തിന് ലഭിക്കുന്നത്. ആദ്യ ദിനം തന്നെ റെട്രോ മികച്ച പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷ ആരാധകർക്കുമുണ്ടായിരുന്നു. എന്നാൽ അവിടെ ചെറുതായിട്ടൊന്ന് കണക്ക് പാളി. റെട്രോയുടെ ആദ്യ ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ. പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രം കൂടിയായതുകൊണ്ട് തന്നെ സൂര്യ തിരിച്ചു വന്നു എന്നാണ് സിനിമ കണ്ടവരിൽ ചിലർ പറയുന്നത്. എന്നാൽ നെഗറ്റീവായും പറയുന്നവരുണ്ട് കേട്ടോ. ഒരു ബോക്സ് ഓഫീസ് വിജയത്തിനായി കാത്തിരിക്കുകയായിരുന്നു സൂര്യ. താരത്തിന് ഒരു പെർഫെക്റ്റ് കംബാക്ക് ആണ് കാർത്തിക് സുബ്രാജ് നൽകിയതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആക്ഷനും റൊമാൻസും കൂടിക്കലർന്ന ഈ ചിത്രം പറഞ്ഞു പോകുന്നത് എന്താണ്? വിവിധ ഗെറ്റപ്പുകളിലാണ് സിനിമയിൽ സൂര്യ പ്രത്യക്ഷപ്പെടുന്നത്. ലവ്, ലാഫ്റ്റർ, വാർ എന്ന സബ് ടൈറ്റിൽ ഇറങ്ങിയ ചിത്രം അണിയറ പ്രവർത്തകരുടെ അവകാശവാദം പോലെ ഇവ മൂന്നും ഉറപ്പു നൽകുന്നുവെന്നാണ് ആരാധകരും പറയുന്നത്. എന്നാൽ സൂര്യയുടെ മികച്ച പ്രകടനമുണ്ടെങ്കിലും തിരക്കഥ നിരാശപ്പെടുത്തിയെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ആദ്യ പകുതി മികച്ചതാണെങ്കിലും രണ്ടാം പകുതി നിരാശപ്പെടുത്തിയെന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത്. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ നിന്നും സൂര്യസ് ബാക്ക് എന്ന വാചകം ട്രെൻഡിംഗ് ആവുകയാണ്. എന്നാൽ കേരളത്തിൽ മാത്രം ചിത്രത്തിന് തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. കാർത്തിക് സുബ്രാജിന്റെ കരിയറിലെ ഏറ്റവും മോശം സിനിമയാണ് റെട്രോ എന്നാണ് കേരളത്തിലെ ആരാധകരും പറയുന്നത്. എല്ലാ ഭാഷകളിൽ നിന്നുമായി റെട്രോ ആദ്യ ദിവസം ഇന്ത്യയിൽ ഏകദേശം 19 കോടിക്ക് മുകളിലാണ് നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിൽ നിന്നും 17 കോടിയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും 2 കോടിയും സിനിമ നേടി. അതേസമയം ചിത്രത്തിൽ സൂര്യയുടെ ഗംഭീര പെർഫോമൻസ് കാണാമെന്നും മികച്ച മാസ് എന്റർടൈനറാണ് ചിത്രമെന്നും അവകാശപ്പെടുന്നവരും അഭിപ്രായങ്ങളുമുണ്ട്. കാർത്തിക് സുബ്രാജിന്റെ മികച്ച സിനിമകളിലൊന്നാണ് റെട്രോ എന്നും നിരവധി പേർ പറയുന്നുണ്ട്. കങ്കുവയുടെ പരാജയത്തിനു ശേഷമുള്ള സൂര്യയുടെ മികച്ച തിരിച്ചുവരവായിരിക്കും റെട്രോ എന്നായിരുന്നു തുടക്കം മുതൽ ആരാധകർ കരുതിയിരുന്നത്. എന്നാൽ പ്രതീക്ഷകൾ തകിടം മറിച്ചു എന്ന് തന്നെയാണ് ചിത്രം കണ്ടവർ ഒന്നടങ്കം പറയുന്നത്. റെട്രോ എന്നല്ല, പേര് മാറ്റി റിട്ടയർ എന്ന് വേണം പേരിടാനെന്നാണ് ഭൂരിഭാഗം പേരുടെയും കമന്റുകൾ. എന്നാൽ സൂര്യ ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന തലത്തിലേക്കുള്ള മേക്കിംഗ് ആണ് ചിത്രത്തിന്റേതെന്നാണ് ചിലരുടെ അഭിപ്രായം. എന്തായാലും റെട്രോ കാണാൻ ആളുകളുടെ തിരക്ക് തമിഴ്നാട്ടിലുണ്ട്. കേരളത്തിൽ നിരാശപ്പെടുത്തുന്ന സ്ഥിതിയുമുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.